ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. മലിനീകരണ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും പല കാര്യത്തിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിനത്തിൽ ആരോഗ്യപരമായിട്ടും മലിനീകരണ രഹിതവുമായിട്ടും എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ച് പേരോട് ചോദിച്ചിട്ട് വരാം. നമുക്കിവിടെ ഹരിതകർമ്മസേന വന്ന് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ എല്ലായിടത്തും പറ്റും എടുക്കുന്നില്ല. നമ്മൾക്ക് വഴിയിലൊക്കെ കിടക്കുന്ന അവർ വഴിയിലൊക്കെ തീ കത്തിക്കുമ്പോഴൊക്കെ പിന്നെയും പ്ലാസ്റ്റിക് അങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടാണ് ഇത് കാരണം. ഒന്നാമതായിട്ട് ഈ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വന്തമായി കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനും ഇതിനെ ഒരു കൺട്രോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലിനമായി കിടക്കുന്ന സാധനങ്ങളെ മാറ്റാനുള്ള രീതിയിലുള്ള ഡിവൈസുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ പുകയൊക്കെ ആണെങ്കിലും അത് ക്ലീൻ ചെയ്ത് വേറൊരു രീതിയിലേക്ക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒത്തിരി കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഷേഴ്സ് നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെയുള്ള മലിനീകരണ കാര്യങ്ങൾ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ വീട്ടിൽ ആദ്യമേ തന്നെ പ്ലാസ്റ്റിക്, അതുപോലത്തെ തെർമോക്കോൾ, ഈ വക സാധനങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലൊരു ബിഗ് ഷോപ്പർ തുണിയുടെയോ അല്ല പേപ്പർ ബാഗോ ഒക്കെ കരുതി നമ്മൾ തന്നെ അത് കൊണ്ടുവന്നിട്ട് വീട്ടിലേക്കുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വരവ് കുറയും. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വരവ് കുറഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഇത് ഇപ്പോൾ പിന്നെ നമുക്ക് ഗവൺമെൻറ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കിങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണാം ചിലരിങ്ങനെ പ്ലാസ്റ്റിക്കിനെ കൂട്ടിയിട്ട് കത്തിക്കും. അതൊരു എന്താ പറയുക, നമ്മളങ്ങനെ ഒരു പൗരബോധമാണ് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ വലിയ വാഹനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ വരുന്നത്. അതുപോലെ 15 വർഷമായ വാഹനങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാർ അത് വേറൊരു രീതിയിലേക്ക് മെല്ലപ്പോക്കിലേക്ക് വരികയാണ്. അത് നമ്മൾ ഡൽഹിയിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അവിടുത്തെ വാഹനങ്ങൾക്കൊക്കെ 10 വർഷത്തെ ഒരു ലിമിറ്റ് വെച്ചാണ് പെർമിറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക ഈ നാടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പ്ലാസ്റ്റിക് നിരോധനം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൂടെ പരിഹരിച്ച് പ്ലാസ്റ്റിക് നിരോധനം കണ്ടുപാടാൻ വരിക. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം കത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള മറ്റുള്ള കച്ചറ സാധനങ്ങൾ വഴിയിലിട്ട് കത്തിക്കാതിരിക്കുക.